അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ CPM1 ന്യൂ അപ്ഡേറ്റ് വെർഷൻ ആയിട്ടാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ അപ്പം ഇത്രയും ദിവസം ബെറ്റായിരുന്നു നമ്മുടെ കയ്യിൽ ഇരുന്നത്. ഇപ്പം ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം കാണാത്തവരെല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ പുതിയതായിട്ട് വന്നേക്കുന്ന 4 വണ്ടികളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് നമ്മുടെ M2 ആണ്, അത് RM കാറാണ്. രണ്ടാമത്തേത് പറഞ്ഞാൽ ഇതൊരു കൊയിൻ കാറാണ്. ഇതിൻ്റെ എനിക്ക് പേരറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പം ഈ 2 വണ്ടികളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത് വാങ്ങാനായിട്ട് നമ്മുടെ ലോബിയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ. പിന്നെ ബാക്കി 2 വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇതിലാണ് ഗൈസ്, നമ്മുടെ ഇവൻറ്റ് റിവാർഡായിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അതിൻ്റെ ഇന്ന് ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ കാണിക്കാനാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സിംഗിൾ പ്ലെയറും ഇതിലും കാണിക്കാം. അതിൽ ഓൺലൈൻ ഗെയിമിംഗ് കാണാൻ പറ്റും, ബിഗ് കൺസ്ട്രക്ഷൻ എന്നും. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഗൈസ്. നേരത്തെ സിംഗിൾ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസേർട്ട് ഈ കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം നമ്മൾ എക്സ്ട്രാ മാപ്പ് നമുക്ക് സ്പോൺ ഏരിയ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ്, വിൻ്റർ, പിന്നെ മൈ വേൾഡ്, ഈ 3 ഇതും ആഡ് ചെയ്തിട്ടുണ്ട് സ്പോൺ ലൊക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ 3 ലൊക്കേഷൻസും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിലോട്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഗൈസ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ ഒരു ഓൺലൈൻ ഇത് എടുത്തിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഒരു റൂം ക്രിയേറ്റ് ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ ഇത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. എല്ലാവരും അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും മാക്സിമം കാണാൻ നോക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ റൂമും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആരെങ്കിലും ചാനൽ നമ്മുടെ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ റൂമിലോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ് അപ്പോൾ ഈ റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് തന്നെ നല്ല അത്യാവശ്യം ചെറുതായിട്ട് ഹാങ് വരുന്നുണ്ട്. ഈ ബഗ് ഇഷ്യൂ എന്തായാലും അത് കാണും ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ബഗ് ഇഷ്യൂ കാണും, കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ GB ആഡ് ആയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ. പിന്നെ പുതിയ സ്പോൺ ലൊക്കേഷൻസ് അങ്ങനെ കുറേ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോർമൽ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മുകളിലോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രിഡ്ജൊക്കെ നേരത്തെ നമ്മുടെ പകുതിക്ക് വെച്ചൊക്കെ ആയിരുന്നു, അതൊക്കെ ഇപ്പം സെറ്റായി വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ മറ്റേ ഓഫ് റോഡിൻ്റെ സ്ഥലമില്ലേ ഗൈസ്. ഗൈസ് ഇവിടുന്ന് നമുക്കിപ്പം ലാഗായിട്ട് ഫുള്ള് കൺട്രോൾ പോയി തുടങ്ങി ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ലാഗും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഓഫ് റോഡിൻ്റെ സ്ഥലമില്ലേ ഗൈസ്, നമ്മുടെ ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഈ ഒരു സ്ഥലം വന്നിട്ട് ലെഫ്റ്റ് നമുക്കൊരു ഇത് കാണാൻ പറ്റും, നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുക ഗൈസ്. ഓക്കെ, കയറുമ്പോൾ തന്നെ നമുക്കിവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട് ബിഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു ബോക്സ് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിനകത്ത് തന്നെ കയറിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇവൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, അതിൽ കയറി നോക്കുക. ഇപ്പം ഞാനിപ്പോൾ ഹൈഡ് യു ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് ഇതിപ്പം അത് കാണിക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല ഗൈസ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ സ്ക്രീൻ ഫുള്ള് കിടന്ന് തിരിഞ്ഞോണ്ടിരിക്കും ഗൈസ്. ഓക്കെ, അത് അവർ കൂട്ടിയിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റിൽ. അപ്പോൾ അതൊരു ചെറിയൊരു സീനാണ് അത്, ബട്ട് കുഴപ്പമില്ല ഗൈസ്, അവർ മാക്സിമം ഇത് സെറ്റാക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ CPM ഗൈസ്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കൺസ്ട്രക്ഷൻസ് എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട് കണ്ടോ ഗൈസ്. നമ്മുടെ ഇപ്പം റിവാർഡ്സ് കാണിക്കുന്നുണ്ട്, മൈ കൺസ്ട്രക്ഷൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പ്രീമിയമിൻ്റെ നിലയ്ക്ക് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് റിവാർഡ് കാണും ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ GG ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അൺലോക്ക് അതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇപ്പോൾ കാണാൻ പറ്റും ലെവൽ 40 ആകുമ്പോൾ നമുക്ക് ഫോർച്യൂണറും മറ്റേ ഒരു നല്ല വലിയൊരു വണ്ടി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ആന വണ്ടി എന്ന് ഇപ്പം നമ്മുടെ എല്ലാവരും പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, നമ്മുടെ ഫോർച്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിവാർഡാണ്. മുകളിലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രീമിയം ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പ്രീമിയം ഉള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, ആന വണ്ടി അതെല്ലാം പ്രീമിയം ഉള്ളവർക്ക് എടുക്കാൻ പറ്റും. അപ്പം പിന്നെ അതെടുക്കുന്നവരൊക്കെ എടുക്കുക ഗൈസ്. ഓക്കെ, പിന്നെ ഫോർച്യൂണർ ഈ ഒരു ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ ചെറിയ ചെറിയ കളക്ഷൻസ് ഒക്കെ കൂടാൻ തുടങ്ങും, കാരണം ഇതിനകത്ത് ഓൾറെഡി ഫോർച്യൂണർ ഉണ്ട്, പിന്നെ കുറച്ച് ഗ്ലൗസ് കാര്യങ്ങൾ, ഹെൽമെറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മണിയുണ്ട്, അതായത് 25K എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലേ ഗൈസ്. അത് നമ്മുടെ ഈ ടാസ്ക് ഓരോരോ ലെവലപ്പ് ആകുമ്പോൾ കിട്ടുന്ന പൈസയാണ് ഗൈസ്. പിന്നെ 50 കോയിൻ എന്ന് കാണിക്കുന്നുണ്ട്, കോയിനാണ് നമ്മുടെ. അതപ്പോൾ നിങ്ങൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ആ കോയിൻ കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ ആ കോയിനുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കോയിനുകൾ കിട്ടുകയും ചെയ്യും, കോയിനും പൈസ നിങ്ങൾക്ക് കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ട്രക്ക് കാണാൻ പറ്റും ഗൈസ് നിങ്ങൾക്ക്, റെഡ് ട്രക്ക്. അത് നമ്മുടെ ഈ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ട്രക്കാണ്, അത് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്, ഇവൻ റിവാർഡായിട്ട് കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും ആ ഒരു വണ്ടി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക്
വേറെ ഇതും ചെയ്യാനും കാണും ഗൈസ്. വേറെ ഒരു ട്രക്കായാലും കുഴപ്പമില്ല ഗൈസ്, ഒരു ട്രക്ക് ആവശ്യം വരും. കാരണം ഇതിനകത്ത് വേറെയും കുറേ വലിയ മിഷൻസ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് ട്രക്കിൻ്റെ മിഷൻസ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും. ഇപ്പോൾ ഞാൻ നോർമലി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗൈസ്. അപ്പോൾ ഇതിനകത്ത് റിവാർഡെല്ലാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതിനകത്ത് നമ്മുടെ ട്രക്കും കാര്യങ്ങളും എടുത്തിട്ട് ഒരു മിഷൻ കാണും. അതായത് കുറച്ച് സ്റ്റോണ്, വാട്ടർ, സിമെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യാനോട്ട് കാണും. നമ്മുടെ ഇപ്പം നമ്മൾ നോർമലി അപ്ഡേറ്റ് ഇല്ലായിരുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഡെലിവറി ജോബ് ചെയ്യത്തില്ലേ ഗൈസ്, അതുപോലത്തെ ടൈപ്പ് തന്നെയാണ് നമ്മൾ ട്രക്ക് വെച്ചിട്ടേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, നമ്മുടെ ഈ സ്ഥലത്തിൽ നമ്മുടെ ഈ വേറെ സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരത്തില്ല ഗൈസ്, നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ട്രക്കിൽ കൊണ്ടുവന്ന് പറയത്തില്ല ഗൈസ്. ഈ ഒരു മഞ്ഞ കളറിലെ ബോക്സ് ഉണ്ടോ ഗൈസ്, ഇതിലാണ് നമ്മൾ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. അതിപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല, നമ്മളിപ്പോൾ ഡയറക്റ്റ് പോകുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ഫുൾ ഇങ്ങനെ ആദ്യം തന്നെ കാണിച്ചു തരാം. നമ്മളിവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഷിപ്പ് യാർഡില്ലേ ഗൈസ്, നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ സൈഡിലായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണിക്കുന്നതാണ്. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി പിക്ക് ചെയ്യാം. നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഷിപ്പ് യാർഡാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയെല്ലാം പോയി നോക്കാം. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ ശ്രമിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ ചെന്നിട്ട് റൈറ്റ് എടുക്കാൻ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ വഴി കൂടി നമ്മുടെ വന്നാലും മതി ഗൈസ്. ഓക്കെ, ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ നേരെ റൈറ്റ് എടുക്കുവാണ് ഗൈസ്. ഓക്കെ, റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു റൈറ്റ് എടുത്ത് കഴിയുമ്പം നമ്മുടെ ഇവിടെ കാണാൻ പറ്റും കുറേ ട്രോളി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും ഗൈസ്. ഓക്കെ, ഈ ട്രോളികളിലാണ് നമ്മൾ ഒരു സാധനം കൊണ്ടുപോകുന്നത്. അത് നമ്മൾ കാറിൽ വരുവാണെങ്കിൽ, പിന്നെ ട്രക്കിൽ വരുവാണെങ്കിൽ അപ്പുറത്ത് പിന്നെ അതിൻ്റെ ബോഗിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും, നമുക്കത് പിന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കൊണ്ടുപോകണം. ഇപ്പോൾ നമ്മൾ ഇത് വണ്ടിയുടെ നമ്മുടെ പുറകിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ മുകളിൽ അവിടെ വേറെ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകേണ്ടത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് അറ്റാച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നേരെ ഇതിൻ്റെ മുകളിലോട്ട് കയറാനുള്ള പരിപാടിയാണ് ഗൈസ്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ പുറകിലുള്ളതുകൊണ്ട് തന്നെ നമ്മളത് സ്ലോയിൽ കയറണം ഗൈസ്. ഓക്കെ, ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ കൺട്രോൾ നല്ല രീതിക്ക് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പേടിക്കണം. നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡിഫൻഡറോ എന്തെങ്കിലും നല്ല ഓഫ് റോഡ് ടൈപ്പ് കാർ എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഓക്കെ, കൺട്രോളൊന്നും ജസ്റ്റ് പോയതാണ്. ഓക്കെ ഗൈസ്, നമ്മളൊന്ന് കറക്റ്റ് വെച്ചിട്ട് നമുക്കൊന്ന് പാർക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്രണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇടിച്ചായിരുന്നു ഗൈസ്. ഓക്കെ, പേടിച്ച് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതിലൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് പിക്ക് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻ കാണിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് പക്ക റിയലിസ്റ്റിക് പോലെയാണ് ചെയ്തേക്കുന്നവർ. കാരണം നമ്മൾ പിടിക്കുന്നതൊക്കെ കാണാൻ പറ്റും, നല്ല രീതിക്ക് തന്നെ കറക്റ്റായിട്ടാണ് പിടിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക ഗൈസ്. ബോക്സൊക്കെ നല്ല എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഇതിനകത്തോട്ട് വെക്കണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓടുന്നതാണെങ്കിൽ നിങ്ങൾ നോക്കുക, അത്ര സ്പീഡിലൊന്നും ഓടാൻ പറ്റത്തില്ല നോർമൽ പോലെ, കാരണം ബോക്സ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതവർ ഓൾജാസ് നല്ല ഇതിക്ക് റിയലിസ്റ്റിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ട്രോളിക്കകത്തോട്ട് വെച്ചപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1/6 എന്ന് ഗൈസ്. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അതിനകത്ത് വെക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ട്രോളിക്കകത്ത്. അപ്പോൾ നമ്മൾ ഓരോരോ ബോക്സ് ഇങ്ങനെ എടുത്തെടുത്ത് വെക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് വെക്കുന്നു അത്രയും നല്ലതായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് കൊണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ 3 നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. അതായത് വേറെ ലോഡ് ഇവിടെ സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. അതായത് ബോക്സ് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് 6 തന്നെയായിരിക്കും. ട്രക്കിലാകുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് കൂടുതൽ കിട്ടും ഗൈസ്. ഓക്കെ, നിങ്ങളിപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ആണെങ്കിൽ ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബോറടി വരത്തില്ല. ഇപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് റൂമിട്ടാണ് ചെയ്യുന്നത് ഗൈസ്, കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ലാഗ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6ാമത്തെ ഇതും വെച്ചിട്ടുണ്ട്, ഇപ്പോൾ മാക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് നേരെ വണ്ടിക്കകത്തോട്ട് കയറണം ഗൈസ്. കണ്ടോ, ഇതൊക്കെ റിയലിസ്റ്റിക്കാണ്, ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വണ്ടിക്കകത്തോട്ട് കയറിയേക്കാം. ഈ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പാടാണ് ഗൈസ് ഈ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ ഇനി ഇപ്പം നമ്മൾ അവിടെ നിന്ന് വന്നില്ലായിരുന്നു ഗൈസ്, നമ്മുടെ ഓഫ് റോഡ് എന്ന സ്ഥലത്തിൽ അങ്ങോട്ട് തന്നെ നമുക്ക് തിരിച്ചു പോകണം ഗൈസ്. അവിടെ നമ്മൾ മറ്റേ യെല്ലോ കളറിൽ ബോക്സ് കാണിച്ചില്ല, അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഡെലിവറി നമുക്ക് കൊടുക്കണം ഗൈസ്. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് ഡെലിവറി എടുത്താലും അവിടെ കൊണ്ട് കൊടുത്താലും അവിടെ നിന്ന് നമുക്ക് XP കൂടും ഗൈസ്. ഓക്കെ, അപ്പോൾ വേറെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കാൻ പറ്റും, അതുമാത്രമല്ല വേറെ സ്ഥലത്ത് നിന്ന് ഡെലിവറി എടുത്തുകൊണ്ട് വരാനും പറ്റും ഗൈസ്. ഈ ഒരു സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സും പിന്നെ വേറെ ടൂൾസും കാര്യങ്ങളും കിട്ടും. നമ്മുടെ വിൻ്ററുള്ള അതായത് മഞ്ഞുള്ള സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിമെൻറ്റും കാര്യങ്ങളും കിട്ടും. പിന്നെ ട്രോപ്പിക്സ് അങ്ങനെ സിറ്റിയിൽ അങ്ങനെ വേറെ സ്ഥലത്തൊക്കെ ഓരോരോ കാര്യങ്ങളായ ടൂൾസൊക്കെ ആയിട്ട് കിട്ടും. സിമെൻറ്റ്, വാട്ടർ, സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തായിരിക്കും ഓരോ കാര്യങ്ങൾ. സ്റ്റോൺസും വാട്ടറൊക്കെ നമ്മൾ എന്തെങ്കിലും ട്രക്ക് തന്നെ യൂസ് ചെയ്യേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ട്രക്ക് തന്നെ അതിനൊക്കെ യൂസ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ അതിന് XP കൂടുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ട്രക്കിൻ്റെ ഇത് യൂസ് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ XP കൂടുന്നത്, കാരണം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും ട്രക്കിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ ഓഫ് റോഡിൻ്റെ സ്ഥലത്തോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്.
നമുക്ക് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ആ ബോക്സ് കണ്ട സ്ഥലത്തോട്ട് നമുക്കിനി പോകണം. ഓഫ് റോഡ് കാർ എടുക്കുന്നതായിരിക്കും നല്ലത് ഗൈസ്. ഓക്കെ, പവർ കൂടിയ വണ്ടി എടുത്താലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ബോക്സിനകത്തോട്ട് കൊണ്ടുവന്ന് കയറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ബ്ലൂ കളറിൽ ആരോ കാണാൻ പറ്റും നമ്മുടെ സ്ക്രീനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സ്, വാട്ടർ, സ്റ്റോൺ, സിമെൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ബോക്സ് എന്നാണ് ഗൈസ്. അപ്പോൾ അവിടെ 6 പീസസ് എന്ന് പറഞ്ഞിട്ട് യെല്ലോ കളർ ഷെയ്ഡ് കാണിക്കുന്നുണ്ട് ആരോയിൽ ഗൈസ്. ഓക്കെ, നമുക്കത് ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ താഴത്തുണ്ട്. നമുക്കത് പിന്നെ റോക്സ്, ബ്ലോക്സ്, പൈപ്പ്സ്, ബോർഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 6 പൈപ്പ് എന്ന് പറഞ്ഞ ഈ പീസസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്നില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ, നമ്മളവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡെലിവറി ഇവിടെ നമ്മൾ ഇറക്കി വെച്ചു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ XP കൂടിയിട്ടുണ്ട്. 600 XP ആണ് നമുക്ക് കൂടിയത്. മിഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി ഇത് ഡിറ്റാച്ച് ആക്കണം ഗൈസ്. നമ്മുടെ പുറകെ ഇരിക്കുന്ന സാധനം ഒന്ന് ഡിറ്റാച്ച് ആക്കണം. നമുക്കൊന്ന് ഡിറ്റാച്ച് ആക്കാം, കാരണം ഹൈഡിയോ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഡിറ്റാച്ച് ആക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡിറ്റാച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതിൽ നമുക്ക് കാണാൻ തന്നെ പറ്റും. നമ്മളിപ്പോൾ ഫോൺ എടുത്താലും തന്നെ കൺസ്ട്രക്ഷൻസ് എന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ പച്ച ഇതിൽ പോയി നോക്കിയാലും മതി ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലെവൽ നമ്മൾ 0-യിലായിരുന്നു. നമ്മൾ ലെവൽ 1-ൽ നിന്ന് തുടങ്ങിയതാണ് ഗൈസ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും ഗൈസ്. വാട്ടർ അതൊക്കെ നമ്മുടെ മറ്റേ ഇതിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്, ട്രക്കിൽ അതിൻ്റെ പുറകിൽ ബോഗിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഓക്കെ, കംപ്ലീറ്റഡ് ടാസ്ക് 1 എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് ഇതൊന്നും ചെയ്തിട്ടില്ല, ട്രക്കിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ആകെ ഇപ്പോൾ കൊണ്ടുവന്നത് കഴിഞ്ഞാൽ ബോക്സസ് ആണ്, 6 ബോക്സസ്. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ സിംഗിൾ പ്ലെയറിൽ നോക്കിയിട്ട് ഈ ഒരു സ്ഥലത്ത് വരുവാണെങ്കിൽ ഇവിടെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി ഓടിച്ചിട്ട് നേരെ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അതായത് പെഡസ്ട്രിയൻസിൻ്റെ കുറച്ച് അങ്ങനെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് കണ്ടോ, നമ്മുടെ ഇപ്പോൾ ലീഡർ ബോർഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം 1,74,806 ഇപ്പോൾ XP നിൽക്കുന്ന ഒരു ടോപ്പ് 1 നിൽക്കുന്ന ആളുടെ. കാരണം അവരപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആക്കി. അവർക്കൊക്കെ ഓൾറെഡി ഫോർച്യൂണറും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റ വെർഷൻ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഡൗൺലോഡ് ആക്കി അവർ അപ്പം തന്നെ കളി തുടങ്ങിയവരായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബെറ്റ വെർഷൻ ചെയ്തത്. പിന്നെ അതുമാത്രമല്ല ഈ ബെറ്റ വെർഷൻ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ ഗൈസ് നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെ ഇന്ന് തന്നെ സൺഡേ തന്നെ നമുക്കിപ്പം നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ആൾക്കാരും എല്ലാ CPM പ്ലേയേഴ്സും അറിഞ്ഞു വരുന്നേ ഉള്ളൂ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നെന്ന്. അപ്പോൾ അറിഞ്ഞവരെല്ലാവരും പെട്ടെന്ന് തന്നെ എല്ലാവരും ഡൗൺലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്കാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് പോയി നമ്മുടെ പ്ലേ സ്റ്റോർ നോക്കിയാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും. iOSൻ്റെ എനിക്ക് അറിയത്തില്ല ഗൈസ്, ആൻഡ്രോയിഡിൻ്റെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഗൈസ് ലെവൽ 1 കാണാൻ പറ്റും. നമ്മുടെ 600 XP ആണ്. ഇപ്പം നമുക്കിനി 5000 XP ആക്കണം, എന്നാലും നമുക്ക് ലെവൽ 2 കിടക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങനെ ലെവൽ കൂടി ലെവൽ 40 വരെ നമുക്ക് ആക്കണം. ലെവൽ 40 വരെ ആക്കിയാൽ നമുക്ക് ഫോർച്യൂണർ കിട്ടും ഗൈസ്. അല്ലാണ്ട് നമുക്ക് വേറെ വഴിയുണ്ട് ഗൈസ് ഫോർച്യൂണർ എടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വല്ലവരും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം അത് ഫോർച്യൂണർ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സെർവറിൽ നോക്കാം. നമ്മുടെ ഇന്ത്യൻ സെർവറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫോർച്യൂണർ ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. ബട്ട് പുറത്തുള്ള സെർവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഇതൊരു കാറായിരിക്കും, നോർമൽ കാറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചില സമയത്തൊക്കെ അവർക്ക് ഇത് വേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ കൺസ്ട്രക്ഷൻ മാത്രം ചെയ്യാനായിരിക്കും. നമ്മൾ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് തന്നെ. ചിലരൊക്കെ അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പുറത്തുള്ള സെർവേഴ്സിലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കൺസ്ട്രക്ഷൻ അവർക്കൊന്ന് ഇതാക്കണം, എന്നിട്ട് ലീഡർ ബോർഡിൽ വരണം. ഇത്രയാണ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർച്യൂണർ എടുക്കുന്നൊന്നും അവർക്കില്ല. ഓട്ടോമാറ്റിക്കലി ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഫോർച്യൂണർ കിട്ടും, അത് അവരുടെ കയ്യിലെടുത്ത് വെക്കും. പിന്നെ M2 കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ GG യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് M2 കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് M2 ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അവരുടെ ഇത് വെച്ചിരിക്കും ഗൈസ്. ഓക്കെ, നിങ്ങൾ ഏത് സെർവറിലാണ് കയറുന്ന അവരുടെ ഒരു സ്വഭാവം വെച്ചിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും തരണമെന്നില്ല, കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.